അർദ്ധരാത്രിയിൽ നടുറോഡിൽ മന്ത്രിപുത്രന്റെ ഷോ വാഹനം വഴിമാറ്റുന്നതിനെ ചൊല്ലിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷും കോൺഗ്രസ് നേതാവ് DV വിനോദ് കൃഷ്ണയും തമ്മിൽ നടുറോഡിൽ തർക്കിച്ചത്. മാധവനെ പോലീസ് കൊണ്ടുപോയി പരിശോധിച്ചെങ്കിലും മദ്യപിച്ചതായി തെളിഞ്ഞില്ല. മാധവനും വിനോദ് കൃഷ്ണയ്ക്കും പരാതിയില്ലെന്ന് അറിയിച്ചതിനാൽ വിട്ടയച്ചു എന്നാണ് പോലീസിന്റെ വിശദീകരണം. പരാതിയില്ലെന്ന് വിനോദ് കൃഷ്ണയും പ്രതികരിച്ചു. ഞാൻ ശാസ്തമംഗല ഭാഗത്തേക്ക് പോയിട്ട് അവിടെ വേദികയുടെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ U-ടേൺ എടുത്ത് വെള്ളയമ്പലം ഭാഗത്തേക്ക് വരികയാണ്. അപ്പം മറ്റൊരു വാഹനം വെള്ളയമ്പലം ഭാഗത്തുനിന്ന് ശാസ്തമംഗലത്ത് നിന്ന് വെള്ളയമ്പലം ഭാഗത്തേക്ക് വണ്ടി ഓടിച്ചു വരുന്നു. അപ്പം ഞാൻ അവിടുന്ന് U-ടേൺ എടുത്ത് ട്രാക്ക് സെക്കൻഡിൽ നിന്നാണ് ഞാൻ സ്ലോയിൽ വരുന്ന ട്രാക്കിലേക്കാണ് ഞാൻ വാഹനം ഓടിച്ചു വരുന്നത്. ആ സമയത്ത് ട്രാക്ക് ഒന്നിൽ കൂടെ പോവുകയായിരുന്ന ചെറുപ്പക്കാരൻ വാഹനത്തിന് ഗ്ലാസ് താഴ്ത്തി വളരെ സ്ലോയിൽ എൻ്റെ വണ്ടിയോടൊപ്പം ഓടിച്ചുകൊണ്ട് ഉച്ചത്തിൽ എന്തൊക്കെയോ പറയുന്നു. അപ്പം ഞാൻ ആദ്യം കരുതുന്നത് എൻ്റെ വണ്ടിയുടെ ഡോർ തുറന്നിരിക്കുകയോ മറ്റെന്തോ ആണെന്ന് കരുതിയാണ് ഞാൻ വാഹനം ഗ്ലാസ് താഴ്ത്തി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ ഒച്ചയെടുത്ത് ട്രാക്ക് നോക്കി വണ്ടി ഓടിക്കണം, നിന്നെ ആരുടെ ഡ്രൈവിംഗ് ലൈസൻസ് എന്നൊക്കെ പറഞ്ഞ് ഒച്ചയെടുത്ത് സംസാരിക്കുന്നു. ഈ അവസരത്തിൽ ഞാനും തിരിച്ചവരോട് കയർത്ത് സംസാരിക്കുന്നതാണ്. ഞാൻ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന പോലീസൊന്നും അല്ല നീ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന അവസരത്തിലാണ് എങ്കിൽ പോലീസ് വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് എൻ്റെ വണ്ടിയുടെ കുറുകെ വണ്ടി കയറ്റിപ്പിടിക്കുന്നു. അപ്പം മറ്റൊരു വണ്ടിക്കും കടന്നു പോകാൻ പറ്റാതെ അവിടെ റോഡ് ബ്ലോക്ക് ആവുന്നു. പക്ഷേ 11 മണി ഏകദേശം 10:45 വന്നുകൊണ്ട് വാഹന തിരക്ക് കുറവാണ്. ആ സമയത്ത് ആൾക്കാരെല്ലാം കൂടി വരുന്നു. ഒരു 5 മിനിറ്റ് റോഡിൽ വെച്ച് സംസാരമൊക്കെ ഉണ്ടായി. അതിനുശേഷം എൻ്റെ വണ്ടിയുടെ പുറകിൽ വേറൊരു കാറ് കൊണ്ട് നിർത്തി ആ കാറിലേക്ക് മറ്റൊരു ബൈക്ക് വന്നിരിക്കുന്നു. അങ്ങനെ അപകടം ഉണ്ടായപ്പോൾ നാട്ടുകാർ വന്ന് അയാളോട് ഉച്ചത്തിൽ ബഹളം ഉണ്ടാക്കി അയാളോട് വണ്ടി എടുത്ത് മാറ്റാൻ പറയുന്നു. ഈ അവസരത്തിൽ തന്നെ ഞാൻ പോലീസിനെ വിളിച്ചു. ഒരു ചെറുപ്പക്കാരൻ ഇതുപോലെയാണ്. പക്ഷേ എനിക്ക് ആളിനെ തിരിച്ചറിഞ്ഞു. പക്ഷേ ഞാനത് ഇന്നയാളുടെ മകനാണെന്ന് പറഞ്ഞില്ല. ഒരു ചെറുപ്പക്കാരൻ റോഡിൽ ബ്ലോക്ക് ചെയ്ത് വണ്ടി ഇട്ട് ബഹളം ഉണ്ടാക്കുകയാണ്. ഒന്ന് പോലീസ് വരണമെന്ന് പറയുന്നു. ഞാൻ എന്നിട്ട് അയാളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ ഭാഷ വെച്ച് അയാൾക്ക് തോന്നി ഞാൻ അയാൾ അച്ഛന് പറഞ്ഞു എന്നാണ്. ഞാൻ പറഞ്ഞു നിന്റെ അച്ഛനെ പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞത് പൊതുസമൂഹം അറിഞ്ഞുകൊണ്ട് അച്ഛന് പരാതി ഉണ്ടാക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അയാൾക്ക് തോന്നിയത് ഞാൻ അയാൾ അച്ഛനെ വിളിക്കും. അപ്പോൾ അയാൾ ആ ടോണിലേക്ക് ഒച്ചയെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു അയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഞാൻ വാഹനത്തിലേക്ക് കയറി. അപ്പോൾ എനിക്ക് ആദ്യം കരുതി ഞാൻ അയാൾ മദ്യപിച്ചിരിക്കുകയാണ്. അപ്പോൾ പോലീസ് വരുമ്പോൾ ഞാൻ പറഞ്ഞു അയാൾ മദ്യപിച്ചിരിക്കുകയാണ്, സംശയമുണ്ട്, വണ്ടിയിൽ വലിയ ഉച്ചയും ബഹളമൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് പോലീസ് വന്നിട്ട് പോലീസിന് ഇതുപോലെ സംശയം തോന്നിയിട്ടാണ് പോലീസ് അയാളെ വണ്ടിയിൽ കയറ്റുന്നത്. ആ അവസരത്തിൽ എന്നോട് പറഞ്ഞു പിറകിൽ വരാൻ പറഞ്ഞു. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അയാൾ വിളിച്ചു വരുത്തിയനുസരിച്ച് അയാളുടെ വീട്ടുകാരെല്ലാം അവിടെ വന്നു. ആ വീട്ടിലെ ബന്ധുക്കളല്ല, ഡ്രൈവേഴ്സ് മറ്റ് സ്റ്റാഫ് ആരൊക്കെയാണോ അവരൊക്കെ വന്നിട്ട് പരാതി ഇല്ലാതെ അത് ഒഴിവാക്കണം എന്നുള്ള രീതിയിലും അത് ഒരു അബദ്ധം പറ്റിപ്പോയതാണ് ഒച്ചയെടുത്തത്. അപ്പം അയാൾ തന്നെ എന്നോട് വിട്ടുകളെ എനിക്ക് ആ സമയത്ത് സംഭവിച്ചാണ് റോഡിലുണ്ടായ വർത്തമാനത്തിൽ സോറി പറഞ്ഞ് ആ രീതിയിലേക്ക് സംസാരിച്ചപ്പോൾ പരാതിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് അത്. പക്ഷേ അവിടെ വെച്ച് തന്നെ ബ്രത്ത് അനലൈസർ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അതിൽ ഏതായാലും ആ പരിശോധനയിൽ അയാൾ മദ്യപിച്ചില്ല എന്ന് മനസ്സിലായി. പക്ഷെ മറ്റു പരിശോധന എനിക്ക് പരാതിയില്ലാത്തത് മറ്റു കാര്യങ്ങളിലേക്ക് കടന്നില്ല പോലീസ്. അപ്പോൾ തന്നെ രണ്ടുപേരെ എഴുതി വെച്ചു. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, ഇതിൽ മാധവിന്റെ വിശദീകരണം നമുക്ക് ലഭ്യമായിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? മാധവിന്റെ വിശദീകരണം ലഭ്യമായിട്ടില്ല. പക്ഷേ മാധവ് എന്താണ് ഇന്നലെ മാധവ് സുരേഷ് എന്താണ് ആ റോഡിൽ കാണിച്ചതെന്ന ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. വളരെ കൃത്യമായ വാഹനം തടയുന്നു. അതിനുശേഷം അയാൾക്കൊപ്പം മറ്റു യുവാക്കൾ കൂടിയുണ്ട്, ഒരുപക്ഷെ സുഹൃത്തുക്കളായിരിക്കാം. അവരെല്ലാം കൂടി പോയിട്ട് ഈ വാഹനം തടഞ്ഞു നിർത്തുന്നു. എന്തൊക്കെയോ മാധവ് സുരേഷ് ആക്രോശിക്കുന്നുണ്ട്. ഈ കാറിൻ്റെ ബോണറ്റിൽ അടിച്ച് പോലീസ് വരട്ടെ എന്ന് പറഞ്ഞ് ബോണറ്റിൽ അടിക്കുന്നതും കാണാം. ഒരു ഷോ അർദ്ധരാത്രിയിൽ ഒരു ഷോ ആയിരുന്നു സിനിമാ താരം കൂടിയായ മാധവ് സുരേഷ് അവിടെ നടത്തിയെന്ന് പറയേണ്ടി വരും. ഏതായാലും ഇയാൾ മദ്യപിച്ചു എന്ന് സംശയം തോന്നാൻ വിനോദ് കൃഷ്ണയെ സംശയിപ്പിച്ചത് ഒരുപക്ഷെ ഈ ഒരു ഷോ കൊണ്ട് തന്നെയാകാം. ഇത്തരത്തിൽ റോഡിൽ വാഹനം തടഞ്ഞു നിർത്തി അർദ്ധരാത്രിയാണെങ്കിൽ പോലും മറ്റു വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്, ആളുകൾ പുറകിൽ നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഏതായാലും അത്തരമൊരു ഷോ നടത്തുമ്പോൾ സ്വാഭാവികമായും ഇയാൾ മദ്യപിച്ചിരുന്നു എന്ന് വിനോദ് കൃഷ്ണ സംശയിച്ചിരിക്കും.
അറിഞ്ഞിരിക്കാം. പോലീസ് ഇയാളെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. അപ്പോൾ വലിയ രീതിയിൽ പോലീസിനെതിരെ ഇയാൾ ആക്രോശിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഒടുവിൽ പോലീസ് ഇയാളെ ജീപ്പിൽ കയറ്റി സ്റ്റേഷനിൽ എത്തിച്ചു. അവിടെ നിന്ന് ഈ വൈദ്യപരിശോധന നടത്തുമ്പോൾ ഇയാൾ മദ്യപിച്ചിട്ടില്ല എന്ന് മനസ്സിലായി വിട്ടയക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ വിനോദ് കൃഷ്ണയ്ക്ക് പരാതിയില്ല, മാധവ് സുരേഷിനും പരാതിയില്ല. അയാളുടെ കുടുംബാംഗങ്ങളൊക്കെ ഇന്നലെ രാത്രി സ്റ്റേഷനിലെത്തിയിരുന്നു. അവരുമായി സംസാരിച്ചാണ് ഇരു കൂട്ടർക്കും പരാതിയില്ലാത്തതിനാൽ കേസെടുക്കാതെ പോലീസ് വിട്ടയച്ചത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മാധവ് സുരേഷ് അവിടെ നടത്തിയ ഷോ എത്രത്തോളം എന്തായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാവുകയാണ്. ശരി.